ടീൻ ഡിപ്രഷൻ കൗമാരപ്രായക്കാരിൽ കാണപ്പെടുന്ന ഒരു തരം ഡിപ്രസീവ് ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു വിഷാദ രോഗത്തിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് ഈ ടീൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു 5 വയസ്സുള്ള കുട്ടി പോലും ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ഡിപ്രസ്ഡ് ആണ്, എനിക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ അവൾക്ക് ഡിപ്രഷനാണ്. ക്ലാസ്സിൽ ആ കുട്ടി ആരോടും മിണ്ടുന്നില്ല, അവൾക്ക് ഡിപ്രഷനാണ്. ശരിക്കും ഡിപ്രഷൻ എന്താണ് എന്ന് അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് എന്നാല് നമ്മൾ സംശയിച്ചു പോകാറുണ്ട്. പക്ഷേ ടീനേജ് കൗമാരപ്രായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അല്ലാതെ തന്നെ നമ്മൾ വേറെ ഒരു അസുഖവും അസ്വസ്ഥതകളും ഇല്ലെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ആ ഒരു കുട്ടിയുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ്, മെറ്റബോളിക് റേറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇവയെല്ലാം വളർച്ച, അവരുടെ ബോഡിയിൽ വരുന്ന വ്യത്യാസങ്ങൾ അവർ ഫിഗർ ഔട്ട് ചെയ്യണം. അവരുടെ ഒരു എൻറ്റിറ്റി തന്നെ മാറുവാണ്. അവരുടെ ബോഡിയുടെ ഷേപ്പ് മാറുന്നു, അവരുടെ ലുക്സ് മാറുന്നു, വോയിസ് മാറുന്നു, പലതും മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ക്രൈസിസ്, ഒരു വെല്ലുവിളി പലപ്പോഴും ഒരു നല്ല വിഭാഗം കുട്ടികൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന കൗമാരപ്രായക്കാർ ഫേസ് ചെയ്യുന്ന ഒരു തരം വിഷാദത്തെയാണ് നമ്മൾ ടീൻ ഡിപ്രഷൻ എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ ടീൻ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. പതിവിൽ കൂടുതലായിട്ട് ആ കുട്ടി ഒന്നെങ്കിൽ കൂട്ടുകൂടാതെ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് നടക്കാതെ അല്ലെങ്കിൽ കൂട്ടത്തോട് നടക്കാതെ ഒറ്റയ്ക്ക് മാറിയിരിക്കുക, വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഒറ്റയ്ക്കിരുന്ന് സ്വന്തം മുറിയിൽ ഒറ്റയ്ക്കിരിക്കുക, ഇരട്ടത്തിരിക്കുക, കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാണ്ടിരിക്കുക, എപ്പോഴും ഒരു സങ്കടഭാവം മുഖത്ത് കാണുക. ഇതിനെക്കുറിച്ച് ചിലപ്പോൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിട്ട് അല്ലെ, നിസ്സംഗമായിട്ടുള്ളൊരു ഉത്തരം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, തീർന്നു, പോയി. അപ്പം അത്തരത്തിലെ ബിഹേവിയർ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവാം. ചില കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കും, എന്താ ഇപ്പം നിങ്ങൾക്ക് പ്രശ്നം, ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എന്താ, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇത്തരത്തിലെ ചോദ്യങ്ങളും പല കുട്ടികളുടെ ഭാഗത്തും ഉണ്ടാവാറുണ്ട്. അപ്പം അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ഏത് രീതിയിലും ആവാം. ചിലപ്പോൾ അവർ എല്ലാത്തിനോടും ഇൻഡിഫറൻറ്റും, ചിലപ്പോൾ അവർ എല്ലാത്തിനോടും ഓവർ ആക്ട് ചെയ്യണ ഒരു സ്വഭാവം കാണിക്കാം. പിന്നെ ഭക്ഷണക്രമങ്ങളൊക്കെ മാറും. ഫുഡ് കഴിക്കണമെന്ന് ചിലപ്പോൾ തോന്നലേ കാണത്തില്ല. ചില ഡിപ്രസീവ് കേസസിൽ സമയത്ത് ഫുഡ് കഴിക്കൽ മാത്രമല്ല, കൊണ്ടുപോകുന്ന ഫുഡ് ചിലപ്പോൾ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും വരിക. അതേസമയം ചില കുട്ടികൾ പതിവിൽ കൂടുതൽ എന്ത് പറഞ്ഞാലും ഉത്തരങ്ങൾ പറയാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ബിഞ്ചിങ് കഴിച്ചുകൊണ്ടിരിക്കുക, വെറുതെ എങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു കാരണം കാണണമെന്നില്ല, ടേസ്റ്റ് കാണണമെന്നില്ല, ഇഷ്ടം തന്നെ കാണണമെന്നില്ല. അതും ഡിപ്രഷൻ്റെ തന്നെ, ടീനേജ് ഡിപ്രഷൻ്റെ തന്നെ ഒരു ഇതാണ്. പിന്നെ പുതിയ ചില കാര്യങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അത് പതിവില്ലാത്ത സാധനങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ കുട്ടി ഈ ടീനേജിലേക്ക് വന്നിരിക്കുന്ന കുട്ടി വല്ല ഡ്രഗ്സോ ആൽക്കഹോളോ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലായിരിക്കും ഇവരുടെ ബിഹേവിയറിൽ വരിക. ചിലപ്പം വല്ലാണ്ട് ഉറക്കമായിരിക്കും, അണ്ടി ഉറക്കം. നമ്മൾ സാധാരണ രാവിലെ ഒരു 8 മണി അല്ലെങ്കിൽ 9 മണിക്ക് ഉണരുന്ന കുട്ടി 10 ആയാലും നമ്മൾ ഉണർത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഉണർന്നിരിക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി ഒരു 11, 12, 1 മണി 2 മണിക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവർ ഉണർന്നിരിക്കുമായിരിക്കും. അപ്പം അവരുടെ സ്ലീപ്പ് സൈക്കിളിൽ വരുന്ന ഭയങ്കര ഒരു മാറ്റമായിരിക്കും അത്. അവരുടെ ആ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് അതിൽ നിന്ന് മാറിപ്പെരുമാറും. അവരുടെ ഡ്രസ്സിങ് സെൻസ്, ചിലപ്പോൾ ഗ്രൂമിംഗ് ഒക്കെ ഭയങ്കര പൂവറായിരിക്കും. മുടിയൊന്നും മര്യാദക്ക് ചീവണമെന്നില്ല, മര്യാദക്ക് ഡ്രസ്സ് ചെയ്യണമെന്നില്ല, അവനവൻ്റെ ഡ്രസ്സിങ് ശ്രദ്ധിക്കണമെന്നില്ല, കൊണ്ടുപോകുന്ന ബുക്സ് അല്ലെങ്കിൽ സാധനങ്ങൾ എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്യുക, അത് കളഞ്ഞേച്ച് പോരുക, അതിനെക്കുറിച്ചൊന്നും ഇതൊന്നും ഇല്ലാതിരിക്കുക. ഇത്തരത്തിൽ വരുന്ന കണ്ടീഷൻസ് ഒരു ടീൻ ഡിപ്രഷൻ്റെ ആദ്യ ലക്ഷണങ്ങളാകാം. അപ്പോൾ ടീൻ ഡിപ്രഷൻ്റെ കോംപ്ലിക്കേഷൻസ് കുറേ ഏറെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും പറയണത്. പലപ്പോഴും ടീൻ ഡിപ്രഷൻ വരുന്ന ഒരു കുട്ടിക്ക് ഭാവിയിൽ വലിയ ഡിപ്രസീവ് എപ്പിസോഡ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ആ കുട്ടിയെ ശ്രദ്ധിക്കുകയും എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമ്മൾ തന്നെ അടുത്ത് ചോദിച്ച്, ഇപ്പം മാർക്കൊക്കെ ചില പിള്ളേർക്ക് വല്ലാണ്ട് കുറയാൻ തുടങ്ങും. അപ്പോൾ പൊതുവെ പേരൻസും ടീച്ചേഴ്സും കണ്ടെത്തുന്ന ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ ഒരു ആൻസർ എന്ന് വെച്ചാൽ, സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്ന് മാറി കോളേജിലേക്ക് വന്നു, അപ്പോൾ ആ ചേഞ്ച് ഓഫ് പ്ലേസിൽ അവർ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ്, സ്കൂളിൽ കിട്ടുന്ന ഒരു സ്പൂൺ ഫീഡ് ടൈപ്പ് ഓഫ് റെസ്പോൺസ് ഇവിടുത്തെ ടീച്ചേഴ്സിൽ നിന്നോ സ്റ്റുഡൻസിൽ നിന്നോ കിട്ടുന്നില്ല. പിന്നെ ബുള്ളിയിങ് ഒരു വലിയ ഫാക്ടറാണ് അല്ലേ. നമ്മൾ കളിയാക്കി മാറ്റി നിർത്തും ചില ആൾക്കാർ അവരുടെ രൂപത്തിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അവരുടെ കളറിൻ്റെ ബേസിസിൽ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേർ മാറ്റി നിർത്തുകയാണ്, അല്ലെങ്കിൽ അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബേസിസിൽ. അപ്പം അത്തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പം ഈ കുട്ടികൾ ഈ ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് പോയെന്ന് ഇരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണം. ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടാൽ നമ്മൾ പേരൻസും ടീച്ചേഴ്സും അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി പഠിക്കുന്ന കുട്ടി ചിലപ്പം ഈ ഒരു സ്റ്റേജിൽ വരുമ്പം പഠിത്തത്തിനോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ കാണിച്ചെന്ന് ഇരിക്കാം. പാട്ട് കേൾക്കാൻ താല്പര്യമില്ല, എപ്പോഴും മൂടിയായിട്ടിരിക്കുക. ഇനി പാട്ട് കേൾക്കുവാണെങ്കിൽ തന്നെ പഴയ സാഡ് മെലഡീസ് ആയിരിക്കും ചിലപ്പോൾ കേൾക്കുക. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെറുതെ ഇരുന്ന് കരയുന്നുണ്ടായിരിക്കാം. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അറിയില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്ന
ചെറിയ വാക്കുകൾ പോലും അവരെ ഒഫൻഡ് ചെയ്ത് അവർ കരയാൻ തുടങ്ങും. അപ്പോൾ ഇതുമൊക്കെ നമ്മുടെ ടീൻ ഡിപ്രഷൻ്റെ ഓരോ കോസസ് ആണ്. പിന്നെ ടീൻ ഡിപ്രഷൻ ആർക്കൊക്കെ വരാം? ആക്ച്വലി ഇത് ഏത് കുട്ടിക്കും വരാം. ബിക്കോസ് ഇവിടെ ഹോർമോൺ ചേഞ്ചസ് ആണ് അതിൻ്റെ ഒരു ജനറ്റിക് ഫാക്ടർ പ്ലസ് ഹോർമോൺ ഫാക്ടേഴ്സ് ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മളുടെ മെറ്റബോളിസത്തിൽ വരുന്ന ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പം ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഡിപ്രസീവ് എപ്പിസോഡ്സിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ആക്സെപ്റ്റൻസ്, ഞാൻ വലുതായോ, ഇനിയിപ്പോൾ എൻ്റെ പേരൻസിൻ്റെ മുന്നിൽ ഞാൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ചിലപ്പോൾ അതല്ലായിരിക്കും. നിങ്ങൾ വലുതായി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്, ഞാൻ ഇപ്പോഴും കുട്ടിയല്ലേ, ഞാൻ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റുമോ എനിക്ക്. അപ്പോൾ ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരാം. ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ, നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, പോകുന്നുണ്ട്, എല്ലാവരും വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ഇൻഡിസിസീവ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം ടീൻ ഡിപ്രഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ്സിലേക്ക് പോവുക, നമ്മൾ ബ്ലൂസിലിരിക്കുക അല്ലെങ്കിൽ മൂഡിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഭക്ഷണത്തിനോടാവട്ടെ, ഫ്രണ്ട്സിനോടാവട്ടെ, മൂവീസിനോടാവട്ടെ, പാട്ടുകളോട് ഒന്നിനോടും താല്പര്യമില്ലായ്മ, പൊതുവെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുക. ചിലപ്പോൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഹാലൂസിനേറ്ററി ബിഹേവിയേഴ്സ്, അതായത് സംസാരിക്കുന്നതായിട്ടോ ആംഗ്യം കാണിക്കുന്നതായിട്ടോ തോന്നാം. ഡിപ്രഷൻ എന്ന ഫാക്ട് നമ്മൾ ഏതൊരു ഏജ് ഗ്രൂപ്പിൽ എടുത്താലും അതിൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഗോയിങ് ടു സൂയിസൈഡാണ്. അപ്പോൾ സൂയിസൈഡൽ തോട്ട്സ്, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ചിലപ്പോൾ ചില മൂവീസ്, അങ്ങനത്തെ മൂവീസ് ആയിരിക്കും അവർ കാണുക, ഫുൾ ടൈം ഇരുന്ന് കാണുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. എന്നിട്ട് അതൊന്ന് അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ സൂയിസൈഡ് അതിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ടീൻ ഡിപ്രഷൻ്റെ ഏതെങ്കിലും ഒരു ഫാക്ട് നമ്മളുടെ കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു കൗമാരപ്രായത്തിലുള്ള ഒരാളിൽ ഏതെങ്കിലും തരത്തിൽ ബിഹേവിയറൽ ചേഞ്ചസ്, ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ചേഞ്ചസ് നമ്മൾ കാണുവാണെങ്കിൽ നാച്ചുറലി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം അത് പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പേരൻസോ ടീച്ചേഴ്സോ ആദ്യമേ ചെയ്യേണ്ടത് ഏതെങ്കിലും വിദഗ്ധമായ മാനസിക രോഗത്തെക്കുറിച്ച് നന്നായി, നമ്മളിത് കണ്ട ഉടനെ പല പേരൻസിൻ്റെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ കുട്ടിയെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു മാനസിക രോഗ വിദഗ്ധൻ, അതായത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ഒരു മാനസിക രോഗമാണോ എന്നുള്ളത്. അപ്പം അത് വന്നാലോ എന്ന് ഒരു ചിന്ത ഉണ്ടാവാം. പക്ഷേ ഇങ്ങനത്തെ കണ്ടീഷൻസ് കണ്ടാൽ ഒരിക്കലും ആദ്യമേ നമ്മളൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകണമെന്നില്ല. നമുക്കൊരു നല്ല സൈക്കോളജിസ്റ്റ്, ഒരു അഡോളസെന്റ് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ഡോക്ടർ, ഇപ്പം അത്തരത്തിൽ ഏത് ഫീൽഡിലും ആവും, ഇപ്പം ഹോമിയോപ്പതിയിലും അലോപ്പതിയിലും എല്ലാം നമുക്ക് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അതിൽ എക്സ്പേർട്ടായിട്ട് ആ കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഡോക്ടറെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ കേസ് അത് നമുക്ക് റിവേഴ്സിബിൾ അല്ല, ഒരിക്കലും ഡിപ്രഷൻ ഒരു ചെറിയ അസുഖമാണ്, കൗൺസിലിംഗ് കൊടുത്ത് തന്നെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു ധാരണ തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. ഡിപ്രഷൻ ഒരു അസുഖം തന്നെയാണ്. ഈ അസുഖത്തിന് നമുക്ക് ഒട്ടുമിക്ക കേസുകളിലും ഡിപ്രഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, ബ്ലൂസിൽ നിന്നും ഡിപ്രഷനിലേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ മെഡിസിൻസിൻ്റെ സഹായം എടുത്തേ പറ്റൂ. ഒരിക്കലും അക്രോസ് ദ കൗണ്ടർ നമ്മളൊരു ഫാർമസി ചെന്നിട്ട് ഒരു മരുന്ന് മേടിക്കുന്നത്, ഇപ്പോൾ ഉറക്കമില്ല, ഉറക്കത്തിനുള്ള മരുന്ന് മേടിക്കുക, അത്തരത്തിലുള്ള ഒരു മരുന്നുകളും ഇത്തരത്തിലെ അസുഖങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രോപ്പറായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ പ്രകാരം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യണ മെഡിസിൻസ് ടൈംലി കഴിക്കുക. ഒരു അത്യാവശ്യം ഒരു ഷോർട്ട് ടേം ടു ഒരു 6-7 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പം വേണ്ടി വന്നേക്കാം. അതോടെ പൂർണ്ണമായിട്ടും നോർമലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഡിപ്രഷൻ. അപ്പം അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് തന്നെ അത് മാറ്റുക. അല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.